ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ലൈനിങ്ങിൽ ഒരു പീസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീനക്കാണ് അത് പേപ്പർ ക്യാൻവാസിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നടുവിലൊരു അടി കൊടുക്കുകയാണ്. 3 പീസും കൂടി അതിൻ്റെ നോച്ചിട്ട വശം ഒരുമിച്ച് വെച്ചിട്ടാണ് നടുവിൽ അടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ വരയെ കൂടെ നടിച്ചു കൊടുക്കുന്നുണ്ട്. വീനെക്കിന് വിടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആ പോയിന്റിൽ ഒരു 2 സ്റ്റിച്ച് പതിയുന്ന പോലെ ഒരു സ്ക്വയർ കൊടുക്കലുണ്ട്. അത് കട്ട് ചെയ്ത് അടിച്ച് കഴിയുമ്പോൾ ശരിക്കും വി ആയി വരികയും ചെയ്യും, വിക്ക് കുറച്ച് വിടുത്ത് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുത്തുകൊണ്ട് മറിച്ചിടുകയാണ്. ഇത് 10.5-യിലാണ് നമ്മൾ ഇതിൻ്റെ യോഗ് ഭാഗം. ആലിയക്കട്ട് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 11.5-ക്ക് വേണം, അപ്പോഴാണ് നല്ല ഷേപ്പിൽ കിടക്കുക. അത് 10.5-യിലായതുകൊണ്ട് തന്നെ നമ്മൾ ജീൻസിക്കൊക്കെ ഉള്ള ചെറിയ ക്രോപ്പ് ടോപ്പ് പോലെയാണ് നിൽക്കുക. നമ്മളതിൻ്റെ ഷേപ്പ് ക്ലിയർ ആക്കിയിട്ട് ലൈനിങ്ങുമ്പോൾ കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ കട്ടിട്ടതിൻ്റെ ആ പോയിൻറ്റും മുകളിലത്തെ വീൻ്റെ പോയിൻറ്റും ഒരേപോലെ ആകണം. അപ്പോൾ അത് കുറച്ച് തെന്നി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഴിച്ചുകൊണ്ട് വീണ്ടും അത് സ്റ്റിച്ച് ചെയ്യണത്. ആ പോയിൻ്റ് ക്ലിയറാക്കി മാത്രമേ നമ്മൾ ഞെറി വിടുമ്പോൾ ക്ലിയറായി കിടക്കുക, അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞിരിക്കും. അപ്പോൾ യോക്കിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. ബാലൻസുള്ള പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ആ വീൻ്റെ പോയിൻറ്റും അടിയിലുള്ള നമ്മൾ 2.5 ഇഞ്ച് വെട്ടിയ പോയിൻ്റ് ഒരുമിച്ച് വെച്ച് ഷോൾഡറൊക്കെ ക്ലിയർ ആക്കി വെക്കുന്നുണ്ട്. ബാലൻസുള്ള ലൈനിങ്ങൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്ക് പീസ് ഇതുപോലെ തന്നെ നമ്മൾ വെച്ചെടുക്കുകയാണ്. ബാക്കിനൊക്കെ 3.5 നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കൂടുതലെടുത്താൽ ബാക്ക് ഇങ്ങനെ വൈഡായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീൻ്റെ ഷേപ്പ് പോവും. ഈ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചൊക്കെയാണ് നല്ല വശം കൂട്ടി വെച്ച് ഒരു 1/4 ഇഞ്ചിൽ അടിച്ചെടുത്തുകൊണ്ട് അനക്ക് തുടങ്ങണ ആ കോർണറിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ സ്ലോപ്പ് മുൻവശത്ത് മാത്രമുള്ള നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ബാക്ക് വശത്തേക്കും കൂടി നീക്കി അടിച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള കട്ട് ചെയ്ത് കളയണം. ഇതുപോലെയാണ് കഴുത്ത് വന്നിട്ടുള്ളത്.
അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഞെറി വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ മുൻ പീസിലാണ് ഞെറി വെച്ച് കൊടുക്കുന്നത്. ഒരു സൈഡ് വലുതൊരു സൈഡ് ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഒരു വശം കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത്തിരി നമ്മൾ 3 ഇഞ്ച് നീക്കി കഴിഞ്ഞിട്ടാണ് ഞെറിവിട്ട് കൊടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഞെറിവിട്ട് ആ കോർണറിലെത്തുമ്പോൾ അതിന് നമ്മൾ ആ നോച്ചിട്ട വശം എത്തുന്ന വരെയാണ് ഞെറിവിട്ട് കൊടുക്കേണ്ടത്. മുൻവശത്തെ ഞെറിവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കോർണറിൽ ചെറിയൊരു കട്ടിട്ട് കൊടുത്ത് നമ്മളൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്തെടുക്കണം. ബാക്ക് പീസും ഇതേപോലെ തന്നെ ഞെറിവിട്ടെടുക്കുകയാണ്. അതിൻ്റെ നടുവശം നോക്കിയൊന്ന് നോച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഞെറിവിട്ട് കൊടുക്കുകയാണ്. അതും ഒരു 3-3.5 ഇഞ്ചൊക്കെ നീക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഞെറിവിട്ട് കൊടുക്കുന്നത്. നോച്ച് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻസുള്ള പീസ് പുറത്തേക്കും കൂടി ഞെറിവിട്ടെടുക്കുകയാണ്. കോട്ടൺ പീസ് ആയതുകൊണ്ട് തന്നെ ഞെറിവിടാൻ കോട്ടൻ്റെ നല്ല നൈസ് പീസാണ്. നമ്മൾ സോഫ്റ്റ് കോട്ടണിലൊക്കെ പെട്ടതാണ്. അപ്പോൾ ഞെറിവിടുമ്പോൾ നമുക്കത് പിടിച്ചിട്ട് കിട്ടണില്ല. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു അടിയും കൂടി കൊടുത്ത് നമുക്ക് ലോക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ 2 വശവും ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മുൻവശത്തേക്ക് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. ആദ്യം അടിയൊന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം. 21.5 ഇഞ്ചിലാണ് കൈ പറഞ്ഞിട്ടുള്ളത്. ഡബിൾ സ്റ്റിച്ചും കൂടിയും കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൻ്റെ പണി തീർന്നിട്ടുണ്ട്. നമുക്കത് സൈഡ് കൂട്ടണം. എല്ലാവർക്കും ചെയ്തു വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജീൻസിക്കൊക്കെ എല്ലാവരും ഇതുപോലുള്ള ടോപ്പാണ് ചെയ്യുന്നത്. ഇത്ര ഞെറിവ് വേണ്ടെങ്കിൽ പിന്നെ ഒരു 1.5 മീറ്ററിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഫുൾ കൈ ആവില്ല. ഫുൾ കൈയിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ 2 മീറ്റർ കൃത്യമായിട്ടും വേണം.
എല്ലാവരും ഇതുപോലെ ഒന്ന് അടിച്ചു വെക്കുക. ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്താ ഫിനിഷ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ.